തിരുവനന്തപുരം തോളിക്കോട് പീഡന കേസിൽ ഇമാം പിടിയിൽ. ഷഫീഖ് ഖാസ്മിയെ മധുരയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഒരു മാസത്തിലേറെയായി ഇമാം ഒളിവിലായിരുന്നു. വി വിനോദ് ചേരുന്നു. വിനോദ്, പറഞ്ഞതുപോലെ ഒരു മാസമായി ഇദ്ദേഹം ഒളിവിലായിരുന്നു. എവിടെ വെച്ചാണ് പിടികൂടിയിരിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ പോലീസ് നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് ഷഫീഖ് ഖാസ്മി ഒളിവിൽ പോയത്. ഏതാണ്ട് ഒരു മാസത്തോളമാകുന്നു ഒളിവിൽ പോയിട്ട്. ഒളിവിലുള്ളപ്പോൾ തന്നെ ശബ്ദ സംപ്രേഷണം പുറത്തുവിട്ട് താൻ ഏതെങ്കിലും തരത്തിലുള്ള പീഡന ശ്രമം നടത്തിയിട്ടില്ല, തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന തരത്തിൽ ഷഫീഖ് ഖാസ്മി അത്തരത്തിലുള്ള ഓഡിയോ ടേപ്പ് പുറത്തുവിട്ടിരുന്നു. ഇത് തന്നെ പോലീസിന് വലിയ വെല്ലുവിളിയായി. കാരണം പോലീസ് പ്രതിയെ പിടികൂടാതെ രക്ഷിക്കുന്നു എന്ന ആക്ഷേപങ്ങളാണ് പല ഘട്ടങ്ങളിലായി ഉയർന്നത്. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി. SDP പോലുള്ള രാഷ്ട്രീയ സംഘടനകളുടെ സഹായം ഖാസിമിക്ക് ലഭിക്കുന്നതായും ആക്ഷേപമുണ്ടായിരുന്നു. രണ്ട് നേതാക്കൾ ഇദ്ദേഹത്തിന് 2 ലക്ഷം രൂപ ഒളിവിൽ പോയ സമയത്ത് നൽകി എന്ന വിവരവും ഇതിനിടെ പുറത്തുവന്നു. ഏതായാലും ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം മധുരയിൽ നിന്ന് ഇദ്ദേഹത്തെ പിടികൂടിയിരിക്കുകയാണ്. കൊല്ലം ചെങ്കോട്ട പാത വഴിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കാനാണ് പോലീസ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. തന്നെയാണ്. ശരി വിനോദ്.